ഹലോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷിൻചാൻ്റെ പാർട്ട് 2 ഇടുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ ഇന്ന് മൂവീസും അവൻ്റെ കഥയും പറഞ്ഞുതരാം. അപ്പോൾ മൂവീസിൻ്റെ കാര്യം ഞാൻ അവസാനം പറയാം. ഫസ്റ്റ് ഞാൻ നിങ്ങളോട് ഈ കഥ പറയാം. സംഭവം ഇത് കസുകാപ്പി നടക്കുന്ന സംഭവമാണ്. ഇവൻ ഒരു മരിച്ചു പോകുന്ന ഇവൻ്റെ അമ്മ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഇവൻ്റെ അനിയത്തി ബലൂണൊക്കെ ഒരു ബലൂൺ റോട്ടിൽ കൂടെ പറന്നു വന്നു. അപ്പോൾ ഇവൻ്റെ അനിയത്തി അത് എടുക്കാൻ പോകുന്ന തക്ക സമയത്ത് രക്ഷിക്കാൻ പോകുമ്പോഴാണ് ലോറി അപകടത്തിൽ ഇവൻ്റെ അനിയത്തി മരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ അല്ലാതൊരു കഥ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഇവർ വീട്ടിൽ കളിച്ചിരുന്ന സമയത്ത് വെളിയിൽ അവർ അനിയത്തി പോകുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് രക്ഷിക്കാൻ വരുന്ന സമയത്തായിരുന്നു മരിച്ചു പോകുന്നതെന്ന് പറയുന്നുണ്ട്. സംഭവിക്കുക അതൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അമ്മ അത് വിട്. ഇപ്പോൾ അമ്മ ഒരു ഡയറി എഴുതുമ്പോൾ നമ്മളെ മെയിൻ സിനിമ ഇറക്കിയ ആൾ ഇവൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഈ ഡയറി മകൻ്റെ മരിച്ചു പോയതുകൊണ്ടായിട്ട് എഴുതിയതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ സപ്പോസ് അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ക്രേൻ ഷിൻചാനായിട്ട് ഇറക്കിയ ഒരു മൂവിയാണ്. ഇങ്ങനെ മൂവീസ് മാത്രമല്ല, ഒരു കാർട്ടൂൺ ഇറക്കിയാണ് ക്രേൻ ഷിൻചാൻ എന്ന് പറയുന്നത് ഇറക്കിയത്. ഈ മൂവിയുടെ കഥ ഇങ്ങനെയാണ്. സംഭവം എനിക്കൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നെ ഇവൻ സത്യം പറഞ്ഞാൽ ഇതിൽ മരിച്ചിട്ടുള്ളത് ഈ സിനിമ ഇറക്കിയ ആളാണ് മരിച്ചത്. ഇവൻ എന്ന് പറയുന്നത് ഇങ്ങനൊരു പയ്യനില്ല. കസുകാപ്പിലല്ല, ജപ്പാൻ തന്നെ ഇങ്ങനൊരു പയ്യനില്ല. ഷിൻചാൻ എന്ന പയ്യനല്ലേ. പിന്നെ ഇവൻ മരിച്ചെന്ന കഥയൊക്കെ അയാൾ തന്നെ ഉണ്ടാക്കിയൊരു കഥയാണ്. ഇവൻ മരിച്ചെന്ന് ഇവൻ തന്നെ ഉണ്ടാക്കിയ കഥയാണ്. ഇവ അങ്ങനെ മരിച്ചിട്ടില്ല. അപ്പം ഇതാണ് ഇവൻ്റെ കഥയെന്ന് പറയുമ്പോൾ, നെക്സ്റ്റ് ഞാൻ മൂവിയുടെ പേരിൻ്റെ കാര്യം ഇടാമെന്ന് പറഞ്ഞില്ലേ, എന്നാൽ അതും താഴെ ഇടാമെന്ന് പറഞ്ഞാൽ കുറച്ച് സാഹചര്യം മൂലം ഇടാൻ പറ്റാതെ വന്നതാണ് അവൻ്റെ ഇങ്ങനെ പേരുകൾ. അതുകൊണ്ട് ഈ വട്ടം ഞാനൊരു കാര്യം പറയണം. നിങ്ങൾ ഈ മൂവീസിൻ്റെ പേര് കിട്ടാത്തവർക്ക് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞുതരാവേ. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ഷിൻചാൻ മൂവി എന്ന് കമൻ്റ് അല്ല, ഇങ്ങനെ ടൈപ്പ് ചെയ്യണം. ഷിൻചാൻ മൂവീസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിറച്ച് ഷിൻചാൻ്റെ മൂവീസ്. ചില വർഷങ്ങളിൽ ഇറങ്ങാത്ത ചില മൂവീസൊക്കെ കണ്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ട മൂവീസ് ഉണ്ടായിരിക്കും, അത് ചിലപ്പോൾ കാണത്തില്ലായിരിക്കും. പക്ഷേ കാണാത്ത മൂവീസ് ഉണ്ട്, കണ്ട മൂവീസ് ചിലതൊക്കെ ഉണ്ട്. ഈ മൂവീസ് അതിൻ്റെ പേര് കാണും. നിങ്ങൾക്ക് അതിൽ ഏത് പേര് വേണോ അത് നിങ്ങളങ്ങ് സ്ക്രീൻഷോട്ട് എടുത്താൽ, അല്ല സ്ക്രീൻഷോട്ടില്ല, ആ പേര് നിങ്ങൾ വേറെ എവിടെയെങ്കിലും എഴുതിയിട്ട് ഈ വീഡിയോയുടെ കമൻറ്റ് താഴെ ഇടണം. അപ്പോൾ ഇടുന്നതനുസരിച്ച് ഞാൻ ഈ മൂവിയുടെ മലയാളം ഡബ്ബിങ് ചിലപ്പോഴേ ഞാൻ കഴിഞ്ഞ വീട്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട്. മലയാളം ഡബ്ബിങ് ചിലപ്പോഴേ കിട്ടത്തോളെന്ന്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് മലയാളം ഡബ്ബിങ് കിട്ടും. അപ്പം ഞാൻ ഉദാഹരണം ക്ലൂ തരാം. ഈ മൂവിയുടെ ക്ലൂ തരുന്ന രീതിക്ക് ഞാൻ പറഞ്ഞു തരും നിങ്ങൾക്ക് ഈ മൂവി. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മൂവി കാണാൻ പറ്റില്ല. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എൻ്റെ ഈ വീഡിയോയിൽ സബ്സ്ക്രൈബും ലൈക്കും സബ്സ്ക്രൈബും ലൈക്കും ഞാൻ പറഞ്ഞ കണക്ക് സിനിമയുടെ പേര് കമൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഷിൻചാൻ കൊറിയൻ, ജപ്പാൻ അങ്ങനത്തെ ലാംഗ്വേജിൽ കിട്ടത്തുള്ളൂ. ആ സത്യമാണ്, അങ്ങനത്തെ ലാംഗ്വേജിൽ കിട്ടത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ലാംഗ്വേജ് കിട്ടത്തില്ല എന്ന് പറയുന്നില്ല, ഭാഗ്യമുള്ളവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ സപ്പോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ നോക്കണം. അപ്പം നിങ്ങൾക്ക് ഷിൻചാൻ്റെ മലയാളം ഡബ്ബിങ് മൂവി വേണമെങ്കിൽ ഈ ആപ്ലിക്കേഷനല്ല, ഞാൻ തന്നെ നിങ്ങൾക്ക് ആ മൂവിയുടെ പേര് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ മൂവിയുടെ പേരിട്ടാൽ മതി. ഞാനത് കമൻറ്റ് ചെയ്യാം എളുപ്പത്തിൽ ഷിൻചാൻ്റെ മൂവി കമൻറ്റ്. പിന്നെ അത് മാത്രമല്ല, ആർച്ച മിനി വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കമൻറ്റ് ഇട്ടില്ലായിരുന്നു നിങ്ങളടുത്ത്. എൻ്റെ അതിനകത്ത് കമൻറ്റ് ഇല്ലല്ലോ, ആർച്ച മിനി വ്ളോഗ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ മെസ്സേജ് വന്നിട്ട്. പിന്നെ അങ്ങനെ ഒരു അക്കൗണ്ട് ഞാൻ തുടങ്ങണം. അതിന് വേണ്ടി കുറച്ച് പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട്. അതൊന്നും പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെടേണ്ട. നിങ്ങൾ മൂവിയുടെ ഇപ്പോൾ കാണുന്ന ഈ അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഷിൻചാൻ്റെ മൂവിയാണ്. അത് ഇതുപോലെ ഇനിയും പക്ക സിമ്പിളായിട്ടുള്ള എല്ലാ മൂവീസും കാണാൻ പറ്റും. നിങ്ങൾക്ക് ഭാഗ്യശാലി ആവട്ടെ നിങ്ങൾ. അപ്പോൾ ബൈ ബൈ, സി യു, സി കെ. എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബൈ ബൈ.